എന്തെന്നെ ഒരു സംരംഭം തുടങ്ങണമെങ്കിലും ആദ്യം നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് മൈക്രോലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ വന്നിട്ട് കണ്ടാൽ നിങ്ങൾ എന്തൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അതിനുള്ള A to Z വരെയുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇനി എന്തൊരു പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾ വന്ന് മസ്റ്റായിട്ട് ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം സ്ഥലങ്ങൾ. അപ്പോൾ ലൊക്കേഷൻ കൂടെ പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. ഇതൊന്ന് കാണാം. അപ്പോൾ മൈക്രോലോജിക്കിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലെ ഡ്രയറിൻ്റെ വിശേഷങ്ങൾ നമ്മളത് ചോദിച്ചു നോക്കാം. എന്തൊക്കെയാണ്, എത്ര ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ വരെ ഉണ്ട്, അത് ഓരോ കറണ്ടിൻ്റെ പവറിനെ കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ഈ യൂണിറ്റുകൾ വരുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസിലൂടെ സാധനങ്ങളുണ്ട്? നമ്മളിപ്പോൾ 3 വേരിയന്റിലാണ് ചെയ്യുന്നത്. ഒന്ന് ഫുള്ളി SS അല്ലെങ്കിൽ ഫുള്ളി GI. ഇൻസൈഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ഔട്ട് സൈഡ് GIയുടെ മെറ്റലായിട്ടും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 3 ടൈപ്പിലാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസിന് ഒന്നുകൂടി സെക്യൂർഡ് ആയിട്ടുള്ള ടൈപ്പാണിത്. ഫുള്ളി SS 304 ഗ്രേഡിൽ വരുന്ന ഒരു മെഷീനാണിത്. ഇത് 24 ട്രേ വരുന്ന ഒരു മെഷീനാണ്. ഒരു 15 kg മുതൽ നമുക്കൊരു 50 kg വരെ ചെയ്യാം. 50 കിലോ വരെ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പാണ് എന്ത്, ഇൻസൈഡ് SS ചെയ്തിട്ട് ഔട്ട് സൈഡ് GI ആയിട്ട്. ഇതിപ്പോൾ അതിൽ വരുന്നൊരു മെഷീനാണ്. ഓക്കെ, സെയിം സിസ്റ്റങ്ങൾ തന്നെ? സെയിം സിസ്റ്റം മൊത്തം സെയിം ആണ്. അതായത് എല്ലാത്തിലും 70 ഡിഗ്രി വരെ മാക്സിമം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു 250 നാളികേരം നമുക്ക് ചെയ്യാം അറ്റ് എ ടൈമിൽ. 250 നാളികേരം. ഇതാണെന്നുണ്ടെങ്കിൽ 500 നാളികേരത്തിൻ്റെയാണ് ഡബിൾ ഡോർ വരുന്ന ഈ ഒരു ടൈപ്പ്. ഓക്കെ, ഇത് നമുക്ക് ഒരേ സമയം ഈ രണ്ടും ഒരേ സമയം തന്നെയാണ് ഫുള്ള് കറണ്ടിൻ്റെ വർക്കിംഗ് ഒക്കെ വരുന്നത്? ഇനി കുറച്ച് ക്വാണ്ടിറ്റി സാധനമുള്ളത് നമ്മൾ എന്താ ചെയ്യുക, അത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും? അല്ല, വേണ്ട, നമുക്ക് സിംഗിൾ സൈഡായിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ ഒരു സൈഡിലുള്ള പ്രൊഡക്ഷനെ നമുക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ സെപ്പറേറ്റ് കണക്ഷനാണ് രണ്ടിനും വരുന്നത്. ഓക്കെ, പിന്നെ സിംഗിൾ ഫേസ് മതി, കൂടുതൽ കറണ്ടിൻ്റെ ചിലവ് വരുന്നില്ല നമുക്ക്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളാണ്. ഈ വലുത് മാത്രമല്ല, ഇത് വലിയ സംരംഭകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ താഴേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. എത്ര ആയിട്ടുണ്ട് ഇതിൻ്റെ താഴത്തേക്ക്? നമുക്ക് 3 ട്രേ മിനി ഡ്രയർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിലൊരു ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഡ്രയർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. നമുക്കിപ്പോൾ ഈ വലുത് GIൻ്റെ കണ്ടു, SS-ൻ്റെ കണ്ടു, ഇനി അതിൻ്റെ മിനി ടൈപ്പ് കൂടി കാണാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ 2 വേരിയൻ്റ് കൂടെ വേറെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ചെറുത് കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വീട്ടാവശ്യത്തിന് ടേബിളിലൊക്കെ വെച്ചാണ് നമുക്ക് മിനി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചൊന്ന് കാണും ചെയ്യാം, ചോദിക്കും ചെയ്യാം. ഏതാണ് ഏറ്റവും ചെറുത് വരുന്നത്? ഇതാണ് വരുന്നത് ഏറ്റവും ചെറിയൊരു ഡ്രയർ വരുന്നത് ഇതാണ്. ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു മരം ജാതി ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജാതിക്ക് ചിലപ്പോൾ നമുക്കിപ്പോൾ വെയിലത്തിട്ട് ഉണക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു ഡ്രയർ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെഷീനാണിത്. അതായത് ഒരു 3 ട്രേ വരുന്നുള്ളൂ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള അളവിലുള്ള നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇതിൽ ഉണക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വരെ ഇതിൽ പോകുന്നുണ്ട് ഒരു സമയം? ഇതിൽ ജാതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 10 kg ഉള്ളിൽ പോകും. പിന്നെ ഇതിനെക്കുറിച്ച് അതെ, ഇത് ഇതിൽ വരുന്ന ഫുള്ളി SS ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഫുള്ളി SS 304 മെറ്റീരിയൽ വരുന്ന ഒരു മെഷീനറിയാണ് ഇത്. നമുക്കപ്പോൾ ഇത്രയും ചെറിയ ഡ്രയർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിന് എത്ര ബഡ്ജറ്റ് വരുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ? ഇത് 19+ GST ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കണ്ട ഡ്രയറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫിഷ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്ലവേഴ്സ്. ഇപ്പോൾ കുറേ സംരംഭകരുണ്ട് ബേബി പൗഡറൊക്കെ ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ മുളപ്പിച്ച രാഗി, അതുപോലെ മുളപ്പിച്ച ചെറുപയർ, മുളപ്പിച്ച പയറുകൾക്ക് ഒന്നും കൂടി 3000 അടങ്ങ് പോഷക ഗുണങ്ങളുണ്ട് സാധാരണ പയർ വർഗ്ഗങ്ങളെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളെ ഡ്രയർ. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയിടലൊക്കെ ഉണക്കിയതിന് ശേഷം ക്യാപ്സ്യൂൾ ആക്കുന്ന കുറേ സംരംഭകരുണ്ട്. അതൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് എക്സ്പോർട്ടിങ്ങിന് സാധ്യതയുള്ളൊരു പ്രോഡക്റ്റും കൂടിയാണ് മുരിങ്ങൻ്റെ ഇല ക്യാപ്സ്യൂള്. നമുക്ക് ഈ ഡ്രൈ ആക്കിയാണ്ട് ഫുഡ് ഐറ്റംസ് സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള എന്തോ ഉപകാരങ്ങൾ എന്തൊക്കെ? എക്സ്പോർട്ടിങ് അതോ കൂടുതൽ കാലങ്ങൾ എടുത്തു വെക്കാന്നുള്ളതോ? അതിൽ പല കാര്യങ്ങളുണ്ട്. അതായത് എക്സ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചക്കയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഉണ്ടെങ്കിൽ നെക്സ്റ്റ്, അതായത് പിന്നെ ഒരു 6 മാസം നമുക്ക് ചക്ക കിട്ടാൻ പാടാണ്. അപ്പോൾ നമുക്ക് ചക്ക ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തൊരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിപ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് അതാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണക്കിയതിന് ശേഷം ഇല്ലാത്തൊരു കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി അതല്ല, ഇത് പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെയിലിന് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കൈപ്പങ്ങ പോലത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടാട്ടങ്ങൾ യൂസ് ചെയ്തിട്ട്, ഉണക്കമീൻ വേണമെങ്കിൽ ഇപ്പോൾ വെയിലില്ലാത്ത സാഹചര്യമാണ്, ഉണക്കമീൻ വേണമെങ്കിൽ നമുക്ക് ഡ്രയറിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ബേബി പൗഡേഴ്സിന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ഭൂരിഭാഗം സാധനങ്ങളും നമുക്ക് ഈ ഡ്രയറിൽ ചെയ്യാം. അതെ അതെ, കുന്നങ്കായൻ്റെതാണെങ്കിലും പൂള ചിപ്സ് എല്ലാം പൗഡർ ആക്കിയിട്ടുള്ള എല്ലാം പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഡ്രൈ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഡ്രയറിൽ ഉണക്കിയ സാധനങ്ങൾ ഡയറക്റ്റ് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കിംഗ് മെഷീനറീസും നമ്മളെ കയ്യിൽ വരുന്നുണ്ട്. നോർമൽ ഹാൻഡ് സീലേഴ്സ് മുതൽ ഇതുപോലെ വരുന്ന ബാൻഡ് സീലറുകൾ വരെ നമ്മളെ കയ്യിൽ വരുന്നുണ്ട്. ഇപ്പോൾ അതല്ലെങ്കിൽ പൊടിക്കുന്ന മെഷീനറീസും വരുന്നുണ്ട്. പൊടിച്ച് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ, നോർമലി പാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഇതുപോലെ ചിപ്സ് ഐറ്റംസ്, പൊട്ടിപ്പോകുന്ന ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ ഫില്ലിങ് വരുന്ന മെഷീനറിയും ഇതിൽ തന്നെ ഉണ്ട്. നൈട്രജൻ ഫ്ലഷിങ് വരും, അഡീഷണൽ നൈട്രജൻ സിലിണ്ടർ എടുക്കേണ്ടി വരുന്നുള്ളൂ. ചിപ്സ് ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെഷീനറിയാണിത്. അപ്പോൾ നമ്മൾ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബാഗുകളൊക്കെയാണ്, ഇതുപോലത്തെ 5 kg ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടി വരുന്നൊരു മെഷീനാണിത്. ബാൻ സീലറിൽ തന്നെ വരുന്ന 5 kg 3 kg 2 kg ഒക്കെ നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിവർ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഹൈറ്റ് കുറയ്ക്കും കൂട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡേറ്റ്സ് അല്ലെങ്കിൽ നട്ട്സ് കാര്യങ്ങളൊക്കെ എയർ വലിച്ചെടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷീനറിയാണിത്. നമുക്ക് വാക്യൂം പാക്കിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നട്ട്സ് ആയാലും ഡേറ്റ്സ് ആയാലും കൂടുതൽ ലൈഫ് കിട്ടുന്നൊരു പാക്കിംഗ് ആണിത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, നമ്മൾ പാക്കറ്റിൻ്റെ സീലിംഗ് വരുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ജസ്റ്റ് അതിലെന്ത് ചെയ്താൽ മതി, പാക്കറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇത് കംപ്രസ്സായി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വാക്യൂം നടക്കുന്നതായിട്ട് കാണാം. 19 സെക്കൻഡ്, ഏകദേശം ഒരു 30 സെക്കൻഡ് കൊണ്ട് നമുക്കൊരു പാക്കറ്റ് ചെയ്യാം. ഒരു 3 kg വരെയുള്ള പാക്കറ്റ് നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് എയർ വലിച്ചെടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കല്ല് പോലെ ആയിട്ടുണ്ടെന്നാണ്, ഡാമേജ് അല്ല, അത്രയും എയറൊക്കെ വലിച്ചിട്ട് അത്രയും ടൈറ്റ് പാക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അതിൽ വരുന്ന വലിയ ടൈപ്പ് മെഷീനറീസ് ആണ്. ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് വലിയ കവറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ചെറിയ കവറുകളാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ ഇതിൽ സീലിംഗ് വരുന്നുണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സൈസുള്ള കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ തന്നെ ഏകദേശം ഒരു 3 മുതൽ 4 പാക്കറ്റ് വരെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ടോട്ടൽ 8 പാക്കറ്റ് നമുക്ക് അറ്റ് എ ടൈമിൽ 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഒരു 8 പാക്കറ്റ് സീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ തന്നെ ഡബിൾ ചേമ്പറാണ്, അതായത് 2 സൈഡ് പാക്കിംഗ് വരുന്നതാണ്. ഈ ഒരു സൈഡ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഈ സൈഡ് പാക്കിംഗ് കഴിഞ്ഞാൽ ഉടനെ അത് എടുത്തിട്ട് ഇവിടെ ചെയ്യുക, ഇവിടെ നിന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴേക്കും അവിടെ പാക്കാവും. ഒന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് അതിനേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് ഇത് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഡ്രയറിൽ നമുക്ക് ഉണക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കടമ്പയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ചെറിയ മെഷീനറീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേഡീസിനൊക്കെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയൊരു മെഷീനറി ഒന്നും ഉപയോഗിക്കും, വലിയൊരു പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ മിക്സി യൂസ് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെറിയ ടൈപ്പ് മെഷീനറിയാണിത്. ഒരു 1 kg കപ്പാസിറ്റി ഉള്ള ചെറിയൊരു നല്ല പവറുള്ള ഒരു മെഷീനറി. മല്ലി മുളകും അല്ലാത്ത ഏറെക്കുറെ എല്ലാ ഐറ്റംസും നമുക്കിതിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ ബേബി പൗഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇതൊക്കെ ഉണക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ പൊടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വലിയൊരു കപ്പാസിറ്റിയാണ് ഈ വരുന്നത്. ഇത് ഏകദേശം 3.5 കിലോ വരുന്ന ഒരു മില്ലാണ്. അതിൻ്റെ തന്നെ സെയിം മെഷീൻ തന്നെ ഒരു 3.5 കിലോ കപ്പാസിറ്റി വരുന്നതാണ്. വേറൊരു മെഷീനറിയാണ് ഈ ഒരു ടൈപ്പ്. ഈ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ മല്ലിമുളകും ഇതിലും പറ്റൂല, ഏറെക്കുറെ എല്ലാ ഐറ്റംസും ഈ നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ ഡ്രയറിൽ നമുക്ക് ഉണക്കുന്ന ഏറെക്കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് തന്നെ ചെയ്യാം. ഒരു സംരംഭകന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി ഈ ഒരു മെഷീനറി മതി. ഇതിൽ നമുക്ക് പല ടൈപ്പ് നെറ്റുകളും വരുന്നുണ്ട്, അതായത് ചെറിയ നെറ്റുകൾ മുതൽ വലിയ നെറ്റുകൾ വരെ വരുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നെറ്റ് മാറ്റിയിട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതിൽ പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാം വരുന്നത് നമുക്ക് സിംഗിൾ ഫേസിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓയിൽ എടുക്കുന്ന മെഷീനറീസ് ഉണ്ട്. ഓയിൽ എടുക്കുന്ന മെഷീനറീസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇത്രയും ഒരു ക്രഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ക്രഷ് ചെയ്യാനുള്ള മെഷീനറി നമ്മൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓയിൽ മെഷീൻ്റെ ഡെമോക്ക് വേണ്ടിയിട്ട് ഡ്രയറിൽ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ നമുക്ക് കൊപ്ര അല്ലെങ്കിൽ എള്ള്, കടുക്, കരിഞ്ജീരകം, കടല, ആൽമണ്ട് പോലത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എണ്ണ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽ മെഷീനാണിത്. ഓയിൽ മെഷീൻ ഇത് നമുക്ക് 3 HP ആണ് വരുന്നത്. 1 HP, 2 HP, 3 HP, ഈ ഒരു 3 വേരിയൻറ്റിലാണ് നമ്മളെ കയ്യിൽ വരുന്നത്. അപ്പോൾ 3 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിൽ നമുക്കൊരു 25 to
35 kg ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു മെഷീനറി. 2 HP ആണെന്നുണ്ടെങ്കിൽ 25 kg മണിക്കൂറിൽ നമുക്ക് കൊപ്രയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിട്ട് 10 കിലോ 15 കിലോൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൊമേഴ്ഷ്യൽ മെഷീനാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നൊരു മെഷീനറിയാണ്. അപ്പോൾ യൂസ് ചെയ്യാനും സിമ്പിളാണ്. കുറഞ്ഞൊരു സ്പേസ് മതി, സിംഗിൾ ഫേസും മതി. 3 HP വരുന്നൊരു മെഷീനറിയാണിത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്താൽ മതി, കൊപ്ര ജസ്റ്റ് ഇത് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണ നമുക്ക് ഇവിടെ വരും, പിണ്ണാക്ക് ഇതാ ഈ ഒരു സൈഡ് കൂടെ വരും. നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതിൽ നിന്നൊരു നമുക്കൊരു 62% എണ്ണ നമുക്കിതിൽ കിട്ടും. നല്ല രീതിക്ക് ഉള്ള ഒറ്റ ടൈം നമുക്കിത് ഇട്ടാൽ മതി. അതായത് കൊപ്രയാണെങ്കിൽ കൊപ്രയൊക്കെ ഒറ്റ ടൈം ഇട്ടാൽ മതി, 2 പ്രാവശ്യമായിട്ട് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ആട്ടിയ സംഭവങ്ങൾ തന്നെയാണിത്. ഇത് വെളിച്ചെണ്ണയാണ്, ഇതാണെങ്കിൽ എള്ളാണ്, ഇത് കടുക്, ഇത് കടലെണ്ണ. ഇതുപോലെ നമുക്ക് എല്ലാ ഐറ്റംസിൽ നിന്നും എണ്ണയുടെ കണ്ടൻറ്റുള്ള എല്ലാ ഐറ്റംസിൽ നിന്നും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ എടുക്കാൻ വേണ്ടി പറ്റും. സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, കുറഞ്ഞ കറണ്ട് ചിലവ് മതി. നമുക്ക് ഒരു സ്റ്റാർട്ടേഴ്സിനായിക്കോട്ടെ, ഇനിയിപ്പോൾ ലൈവായിട്ടൊരു സംരംഭം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് നമുക്ക് എണ്ണ എടുത്ത് കൊടുക്കാൻ പറ്റും. അതിനിപ്പോൾ എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആയാലും, ഇപ്പോൾ 1 കിലോ കൊണ്ടുവന്നാൽ ആ 1 കിലോയുടെ എണ്ണ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ഇല്ല, എത്ര ചെറിയ അളവ് കൊടുത്താലും അതിൻ്റെ എണ്ണ നമുക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ ശേഷം ഇത് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഊറാൻ വേണ്ടി വെക്കൂലേ, അതുപോലെ വെച്ചാൽ മാത്രം മതി. ഇപ്പം മില്ലുകളിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 ദിവസം നമ്മൾ ഊറാൻ വേണ്ടി വെക്കും. ആ ഊറാൻ വേണ്ടി വെച്ചിട്ട് ആ മട്ടടിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലിയർ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓയിൽ മെഷീനിൽ വരുന്ന 1 HP മെഷീനാണിത്. ഇതും അതുപോലെ തന്നെ എന്താണ്, ഒരു മണിക്കൂറിൽ നമുക്കൊരു 10 to 15 kg നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വരുന്നത് 2 HP ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ മണിക്കൂറിൽ നമുക്കൊരു 20 to 25 kg നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നത് 1 year വാറണ്ടിയാണ്. വാറണ്ടി എന്ന് പറഞ്ഞാൽ മോട്ടർ വരുന്നത് ക്രോംപ്ടൻ്റെ നല്ല ടോപ്പ് മോട്ടർ തന്നെയാണ്. മോട്ടർ വാറണ്ടി വരുന്നത് 1 year വാറണ്ടി വരുന്നുണ്ട്. പൊടിച്ച പൗഡേഴ്സ്, സാമ്പാർ മസാല പോലത്തെ ഒരു 2-3 കൂട്ട് മസാലകൾ മിക്സ് ചെയ്യാനുള്ളവർക്ക് അങ്ങനെ ഒരു മെഷീനറി വരുന്നുണ്ട്. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീനറി വരുന്നുണ്ട്. ഇതാണ് മസാല മിക്സിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു 14 kg ഒക്കെ ചെയ്യാൻ പറ്റും, 40 കിലോ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് ഫുള്ളി SS ചെയ്തതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചെറിയ ഐറ്റംസും വരുന്നുണ്ട്, 20 kg ഒക്കെ ചെറിയ ചെറിയ മെഷീനറീസ് ഒക്കെ വരുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ പൊറോട്ട മാവ്, ചപ്പാത്തി മാവ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീഡറാണ് ഇത്. നമുക്ക് ഇത് 15 kg ആണ്. ഇത് വരുന്നത് 25 kg. ഇതിൻ്റെ തന്നെ 5 kg മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് നമുക്ക് മസാല കോട്ടിംഗ് മെഷീനാണ്. ഇപ്പോൾ മിക്സർ ആയിക്കോട്ടെ, ഇപ്പോൾ നട്ട്സിലൊക്കെ നമ്മൾ കുറേ നട്ട്സിൽ പീനട്ട്, അതുപോലെ തന്നെ നമ്മളെ കാഷ്യൂ, ഇതിലൊക്കെ നമ്മൾ മസാല മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യലുണ്ട്, വിപണിയിൽ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനറിയാണ് ഇതിൽ നമ്മളിപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഏതായിക്കോട്ടെ, ആ പ്രോഡക്റ്റ് ഇട്ടതിന് ശേഷം മസാല ഇട്ടിട്ട് ജസ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താവും, അത് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് വരുന്നത് അച്ചാർ ഫില്ലിംഗ് മെഷീനാണ്. പാക്കറ്റ് ആയിക്കോട്ടെ, ബോട്ടിലായിക്കോട്ടെ, നമുക്കിതിൽ അളവ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ അളവിനനുസരിച്ച് നമുക്ക് 1 ഇഞ്ചിൻ്റെ ക്യൂബ് വരെ നമുക്കിതിൽ പോരും. അതായത് വലിയ കഷ്ണങ്ങളൊന്നും കിട്ടൂല, ചെറിയ ചെറിയ 1 ഇഞ്ചിൻ്റെ ക്യൂബ് വരെ നമുക്ക് ഇതിലൂടെ കിട്ടും. ഇതിൽ നമുക്ക് 1 ലിറ്റർ വരെയുള്ള അളവ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വരുന്നത് നമുക്ക് റോസ്റ്ററാണ്. മല്ലി, മുളക് കാര്യങ്ങൾ വറുക്കാൻ വേണ്ടിയിട്ട്, വറുത്തിട്ട് പൊടിക്കാനോ അല്ലെങ്കിൽ പൊടിച്ചതിന് ശേഷം വറുക്കാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോസ്റ്ററാണിത്. ഫുള്ളി ഇലക്ട്രിക് ആണ്. നമ്മൾ ഗ്യാസിൻ്റെ നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഗ്യാസ് കുറച്ചും കൂടെ ചിലവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്തൊരു മെഷീനറിയാണിത്. ഇത് വരുന്നത് 3 ഫേസും കൂടെയാണ്. അതായത് ഒരു 25 kg നമുക്കിതിൽ ചെയ്യാം. പക്ഷേ ഇത് 3 ഫേസിൽ വരുന്നൊരു മെഷീനറിയാണ്. അപ്പോൾ ഇത് വരുന്നത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി വരുന്ന മെഷീനറിയാണ്. ഇത് നമുക്ക് ഒരു മണിക്കൂറിലൊരു 100 kg ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ, ബോട്ടിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ പാക്കറ്റിലേക്കായിക്കോട്ടെ, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് നമ്മളതിൽ വരുന്നുണ്ട്. അതിൽ പെട്ടൊരു മെഷീനറിയാണ് ഇത്. അതായത് ഡബിൾ നോസിൽ വരുന്ന, അതായത് 2 ബോട്ടിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയൊരു മെഷീനറിയാണിത്. ഇതിന് നമ്മൾ കംപ്രഷർ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ അളവ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് അളവ് സെറ്റ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് വരുന്നത്. ഇതിൽ നമുക്ക് അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അളവിനനുസരിച്ചുള്ള ലിക്വിഡ് ആയിക്കോട്ടെ അത് എന്താവും, ഈ 2 നോസിൽ നിന്നും വരും. ഇത് നമുക്ക് ഇവിടെ പൈപ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് നേരെ നമ്മളെ ടാങ്കിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി.
ഇത് അതിൻ്റെ തന്നെ സിംഗിൾ നോസിലാണ്, സിംഗിൾ ബോട്ടിലായിട്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സിംഗിൾ നോസിൽ വരുന്നതാണ്. സെയിം വർക്കിംഗ് തന്നെ നമുക്ക് ഒരു 1 ലിറ്റർ വരെ ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ പിന്നെ ഈ ഒരു ടൈപ്പ് ഇത് പേസ്റ്റ് ഫില്ലിംഗ് ആണ്. ജാം, ക്രീം കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ന്യൂമാറ്റിക് തന്നെയാണ്, അതായത് നമ്മൾ കംപ്രസർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. സെയിം അതേപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അളവ് സെറ്റ് ചെയ്യുക. ഒരു സ്കെയിലുണ്ട്, നമുക്ക് അളവ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പറ്റും. ഇതിൽ നമ്മൾ അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം ഐറ്റംസ് ആണ്, തിക്കുള്ള ഐറ്റംസ് ആണ്. അതുപോലെ ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വരുന്നത് നമുക്കൊരു പാക്കറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി, ഫില്ലിങ്ങും സീലിങ്ങും കൂടെ വരുന്നൊരു അതായത് ചെറിയ സംരംഭകർക്കൊക്കെ പറ്റിയൊരു മെഷീനറിയാണിത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിംഗ് മെഷീൻ കൂടെ ഇതിൻ്റെ കൂടെ വരും. ആ ഫില്ലിംഗ് മെഷീനിൽ നമ്മൾ ഡിജിറ്റലാണ്, അതിൽ നമ്മൾ ഫില്ലിംഗ് മെഷീനിൽ നമ്മൾ അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അളവിനനുസരിച്ചുള്ള ലിക്വിഡ് ഇതുവഴി വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പാക്കറ്റ് ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ഈ കാലുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് വീഴും. ഇതുപോലെ നമുക്ക് ചെറിയ പാക്കറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സംഭാരത്തിൻ്റെ പോലത്തെ ചെറിയ പാക്കറ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ബോട്ടിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്വന്തം ബ്രാൻഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു പുറത്തുള്ളൊരു സ്ലീവാണ്. ആ സ്ലീവ് ഇട്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലീവ് ഇട്ടതിന് ശേഷം ഇത് കൂടെ അങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഹീറ്റായിട്ട് എന്താവും, ഇതിൽ ഇതേപോലെ കംപ്രസ് ആയിട്ട് നിൽക്കും. അതിനുള്ളൊരു മെഷീനറീസാണ് ഈ വരുന്നതൊക്കെ. ഇതുപോലെ ബോക്സുകൾ 3 buy 1 get 1 ഫ്രീയോ അങ്ങനെ എന്തെങ്കിലും പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന മെഷീനറീസിൽ പെട്ട മെഷീനറീസാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതുപോലത്തെ സോപ്പുകൾ അല്ലെങ്കിൽ കടലമിഠായി അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ പാക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഒറ്റ യൂണിറ്റാണ് ഈ വരുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ലെങ്ത്തും പ്രൊഡക്റ്റിൻ്റെ ലെങ്ത്തും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കവറിൻ്റെ റോള് താഴെ കൊടുക്കുക ചെയ്യുക. അതിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് സീലായിട്ട് ഇവിടെ ഇതേപോലെ എന്താവും, സിംഗിളായിട്ട് കട്ട് ചെയ്ത് പോരും. പിന്നെ നമുക്ക് സ്റ്റീം ചെയ്യാൻ വരുന്നൊരു മെഷീനറിയാണിത്. നമ്മളെ ഇഡലി, ഇടിയപ്പം, മോമോസ്, വെജിറ്റബിൾസ്, റൈസ് കാര്യങ്ങളൊക്കെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വരുന്നൊരു മെഷീനറിയാണിത്. ഇതൊരു 8 ട്രേ വരുന്ന സ്റ്റീമറാണ്. നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് ഒരു 172 പീസ് ഇഡ്ഡലി ചെയ്യാൻ പറ്റിയ ഒരു മെഷീനറിയാണിത്. ഇതിൽ നമുക്ക് ഇഡ്ഡലിൻ്റെ ട്രേ വരുന്നത് ഇങ്ങനെയാണ്. ഇത് വരുന്നത് റൈസിൻ്റെ ഒക്കെ, റൈസ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇടിയപ്പം, ഇലയപ്പം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനറിയാണ്. ഇനി പിന്നെ ഇതിൽ നമുക്ക് ആവിക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പുട്ടൊഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് 4 ട്രേ, 8 ട്രേ, പിന്നെ 12 ട്രേ എന്നുള്ള ഈ ഒരു 3 വേരിയൻ്റാണ് നമ്മളെ കയ്യിൽ വരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു മെഷീനറിയാണ്. നമുക്ക് ഇതുപോലെ ജ്യൂസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെഷീനറിയാണിത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ജ്യൂസ് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫ്രൂട്ട്സ് കാര്യങ്ങൾ ചെയ്തതാണ്. ഇതുപോലത്തെ വലിയ ടിന്നുകളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹാൻഡ് സീലറുകൾ നമ്മളെ കയ്യിൽ തന്നെ വരുന്നുണ്ട്, നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നോർമൽ ബാൻഡ് സീലറുകളല്ലാതെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഈ ഒരു ടൈപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പുകൾ നമ്മളെടുത്ത് പല സൈസിലും, അത് കസ്റ്റമർ ഏത് സൈസിൽ പറയുന്നോ ആ സൈസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇത്രയൊരു പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, MRP, ബാച്ച് നമ്പർ കാര്യങ്ങൾ അടിക്കുക എന്നുള്ളത്. അതിനടിക്കാൻ വേണ്ടി വരുന്ന മെഷീനറീസാണ് ഈ ഒരു ടൈപ്പുകളെല്ലാം. ഇതിലിപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് മാനുവൽ ടൈപ്പാണ്. ഈ ഒരു മാനുവൽ ടൈപ്പിൽ നമ്മൾ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം, മാനുവലി കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഗ്രിപ്പാണ്, ആ ഗ്രിപ്പിൽ കറക്റ്റ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇങ്ക് ഇതിൽ മാനുവലി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ബോട്ടിലാണ് ഇങ്ക് വരിക. അതേപോലെ ഇങ്ങനെ ഇത്രയും അക്ഷരങ്ങളാണ് ഇതിനകത്ത് വരിക. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട അക്ഷരങ്ങൾ, അക്കങ്ങൾ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക ചെയ്യാം. പിന്നെ വരുന്ന ടൈപ്പുകളാണ് ഈ വരുന്ന ഹാൻഡിൽഡ് ഇങ്ക് ജെറ്റുകൾ. ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ ജസ്റ്റ് നമ്മളെ HP-ൻ്റെ കാർട്രിഡ്ജാണ് വരിക. ജസ്റ്റ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഫോണിൽ സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വേണ്ട ലൈനുകൾ 4 ലൈൻ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ആ കാർട്രിഡ്ജ് വെക്കുക. അതിൻ്റെ ശേഷം പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെയാണ് നമ്മളെ കൺട്രോളിങ് വരിക, ഈ ചൂണ്ടുവിരൽ വരുന്ന ഭാഗത്ത്.
ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഒരു പ്രസ് ചെയ്യുക, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇത് പ്രിൻ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു സംരംഭം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വലിയ മെഷീനറീസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ വകുപ്പ് ചെയ്യുന്ന PMFME എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമാണ്. 35% സബ്സിഡി വരുന്നൊരു സ്കീമാണത്. അതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ കാര്യങ്ങളും പേപ്പറും നമ്മൾ റെഡിയാക്കി തരും. അവർ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഈ 35% സബ്സിഡിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എല്ലാ മെഷീനറീസും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടി പറ്റും.